ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന അരൂർ തുറവൂർ ദേശീയപാതയിൽ ഒരാഴ്ചത്തേക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. തുറവൂരിൽ നിന്ന് അരൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡ് അടച്ചിടും. അരൂർ ഭാഗത്ത് നിന്ന് തുറവൂർ ഭാഗത്തേക്കുള്ള റോഡിലൂടെ മാത്രമാണ് ഗതാഗതം അനുവദിക്കുക. പൊടിശല്യം കാരണം ഇരുചക്ര വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഇതുവഴി കടന്നുപോകാനാകാത്ത അവസ്ഥയാണ്. വലിയ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നതിനാൽ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതായും ആരോപണമുണ്ട്. അലി അക്ബർ ഷായാണ് ചേരുന്നത്. അലി, തുടർച്ചയായ അപകടങ്ങൾ, ഗതാഗത രൂക്ഷമായിട്ടുള്ള ഒരു അവസ്ഥ, അതുകൂടാതെ പൊടി കാരണം യാത്രക്കാർക്ക് അതിലൂടെ പോകാൻ പറ്റാത്ത അവസ്ഥ, ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ സ്ഥിരമായിരുന്നു. ഇപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള ഗതാഗത നിയന്ത്രണം, അല്ലേ? അതാണ് പുതിയ തീരുമാനം. അരൂർ തുറവൂർ ദേശീയപാതയിൽ ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധികളിലൂടെയാണ് ഈ പ്രദേശവാസികളും അതുപോലെ തന്നെ സമീപത്ത് കച്ചവടം നടത്തുന്ന വ്യാപാരികളുമെല്ലാം കടന്നു പോകുന്നത്. ദൃശ്യങ്ങളിൽ കാണാം, വലിയ നിലയിൽ ചെളി കെട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ട് ഈ റോഡിന്റെ വശങ്ങളിൽ. ഇപ്പോൾ കനത്ത വെയിലായതുകൊണ്ട് ഇത് കട്ട പിടിച്ച് കിടക്കുകയാണ്. പക്ഷേ ഒരു മഴ പെയ്താൽ മുട്ടൊപ്പം താഴ്ന്നു പോകുന്ന നിലയിലേക്കാണ് ഈ ചെളിയെന്നും പ്രദേശവാസികൾ പറയുന്നു. മറ്റൊരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് പൊടിശല്യമാണ്. ഒരു KSRTC ബസ്സോ ലോറിയോ കടന്നുപോയാൽ അതിന് പിന്നിലൂടെ കടന്നു പോകാൻ ഇരുചക്ര വാഹനങ്ങൾക്ക് കഴിയാത്ത നിലയിലാണ് ഇവിടുത്തെ പൊടിശല്യമുള്ളത്. ചേട്ടാ, ഇപ്പോൾ വലിയ രീതിയിലുള്ള പൊടിയുണ്ട്, എന്താണ് അവസ്ഥ? അല്ല, പൊടിയെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വേനൽക്കാലം വരുമ്പോൾ പൊടിയാണ്, മഴയുള്ളപ്പോൾ ചെളിയാണ്. എന്തായാലും ഞങ്ങളെല്ലാം സൗഭാഗ്യത്തിലാണ്. എവിടെയാണ് പഠിക്കുന്നത്? ഞാൻ മേഴ്സി സ്കൂൾ. എത്ര ക്ലാസ്സിലാണ്? 8ൽ. ഇപ്പോൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ എന്താ അവസ്ഥ? സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ മഴ പെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നത്. കാരണം നടപ്പാതയിൽ കൂടെ ഈ വണ്ടി പോയി നിങ്ങൾക്ക് കാണാൻ പറ്റും. ചില വണ്ടികൾക്ക് ഈ റോട്ടിൽ കൂടെ പോകാൻ പറ്റില്ല, ചെളിയായതുകൊണ്ട്. അപ്പോൾ നടപ്പാതയിൽ കൂടെ പോയി നടപ്പാതയുള്ള ചെളികളാണ് ഈ നടപ്പാത ഫുള്ള് വരുന്നത്. ഈ പ്രദേശത്തുള്ള വീടുകളാണ് മറ്റൊരു പ്രധാന പ്രതിസന്ധിയായി പറയുന്നത്. വീടുകൾക്ക് ഈ വലിയ മെഷീനറികൾ ഉപയോഗിക്കുമ്പോൾ കുലുക്കം തട്ടുന്നു എന്നാണ് പറയുന്നത്. ചേട്ടാ, ഇപ്പോൾ ഇവിടെയല്ലേ താമസം? എന്താണ് ഇപ്പോൾ വീടിന്റെ അവസ്ഥ? എന്താണ് വീടിന്റെ അവസ്ഥ? ഇപ്പോൾ അകത്ത് പട്ടിയുള്ളതുകൊണ്ട് അത് ഇത് കാണിച്ചു തരാം. ഇത് മുഴുവൻ പൊട്ടി വന്നിരിക്കുകയാണ്. ഇനി എത്ര ദിവസം അതിനകത്ത് ഇരിക്കാൻ പറ്റുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക്, ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെ പോകാനുള്ള തീരുമാനത്തിലാണ് നാട്ടുകാരുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിടിക്കൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.